നമോ ഭഗവതേ വാസുദേവായ. ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. മധ്യോദ്ഭവേ ഭുവൈളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാനവനിതാ ജനമാത്രഭാജീ ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഒരിക്കൽ കൂടി. മധ്യോദ്ഭവേ ഭുവൈളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാനവനിതാ ജനമാത്രഭാജീ ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. മധ്യോദ്ഭവേ ഭുവ, ഭൂമിയുടെ മധ്യത്തിൽ ഉത്ഭവിച്ച. ഇളാവൃത നാംനി വർഷേ, ഇളാവൃതം എന്നു പേരായ ദേശത്ത്. ഗൗരി പ്രധാന വനിതാ ജനമാത്രഭാജി, ശ്രീ പാർവതീദേവി നായികയും ദേവിയുടെ പരിജനങ്ങളായ സ്ത്രീജനങ്ങളും മാത്രം ഭജിക്കുന്ന. ശർവേണ മന്ത്രനുതുബി സമുപാസ്യമാനം, ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി ഉപാസിച്ചു പോരുന്ന. സംഘർഷണാത്മകം, സംഘർഷണമൂർത്തിയായ. അധീശ്വര, സർവത്തിനും ഈശ്വരനായ. ത്വാം സംശയേ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം. ഭൂമിയുടെ മധ്യത്തിൽ ഉത്ഭവിച്ചതും ശ്രീ പാർവതി ദേവി നായികയും പരിജനങ്ങളായ സ്ത്രീകളും മാത്രം വസിക്കുന്ന ഇളാവൃതം എന്നുപേരുള്ള ദേശത്തിൽ ശ്രീ പരമേശ്വരനാൽ മന്ത്രസ്തുതികളാൽ നന്നായി ഉപാസിച്ചു പോരുന്ന സംഘർഷണരൂപിയായ ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ഭൂമണ്ഡലത്തെ 7 ദ്വീപങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ജംബൂദ്വീപം, പ്ലക്ഷദ്വീപം, ശാർമലദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാഖദ്വീപം, പുഷ്കരദ്വീപം എന്നിവയാണ് ആ 7 ദ്വീപങ്ങൾ. അതിൽ മധ്യത്തിലുള്ള ദ്വീപമാണ് ജംബൂദ്വീപം. ഈ ജംബൂദ്വീപത്തെ 9 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ആ ഖണ്ഡങ്ങളെ വർഷങ്ങൾ അഥവാ ദേശം എന്ന് പറയുന്നു. ഇളാവൃത വർഷം, രമ്യക വർഷം, ഹിരൺമയ വർഷം, കുരുവർഷം, ഹരിവർഷം, കിംപുരുഷ വർഷം, ഭാരതവർഷം, ഭദ്രാശവർഷം, കേതുമാല വർഷം എന്നിവയാണ് ആ 9 വർഷങ്ങൾ. ഇതിലെ ഇളാവൃത വർഷത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും മധ്യദേശമാണ് ഇളാവൃതം. ഇവിടെ പുരുഷന്മാർ പ്രവേശിച്ചാൽ സ്ത്രീകളായി മാറുമെന്ന് പാർവതീദേവി അരുളി ചെയ്തിട്ടുണ്ട്. അതിനാൽ അവിടെ പാർവതീദേവി സഖിമാരോടൊത്ത് കഴിയുന്ന ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിന്റെ തന്നെ അംശാവതാരമായ ആദിശേഷനായ ബലരാമമൂർത്തിയെ ഉപാസിച്ച് മന്ത്രസ്തോത്രങ്ങളോടെ കഴിയുന്നു. അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്ലോകം 2. ഭദ്രാശ്വനാമകൈളാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിർഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ
ഹയശീർഷതനും ഭവന്തം. ഒരിക്കൽ കൂടി. ഭദ്രാശ്വനാമക ഇളാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിർഋഷിഭിः പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമക, ഭദ്രാശ്വം എന്നു പേരുള്ള ഇളാവൃത പൂർവവർഷേ, ഇളാവൃതത്തിന്റെ കിഴക്കുള്ള ഭൂഖണ്ഡത്തിൽ ഭദ്രശ്രവോഭി ഋഷിഭി, ഭദ്രശ്രവസ്സുകൾ എന്ന ഋഷിമാരാൽ പരിണൂയമാനം സ്തുതിക്കപ്പെടുന്നവനും കൽപ്പാന്ത ഗൂഢ നിഗമോദ്ധരണ പ്രവീണം, കൽപ്പാവസാനത്തിൽ മറഞ്ഞുപോയ വേദങ്ങളുടെ ഉദ്ധരണത്തിൽ പ്രവീണനായവനും ധ്യായാമി ദേവ, ഹേ ദേവ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ഹയ ശീർഷതനും, അശ്വശീർഷ ശരീരനുമായ ഇളാവൃതത്തിന് കിഴക്കുഭാഗത്ത് ഭദ്രാശ്വം എന്നു പേരുള്ള വർഷത്തിൽ ഭദ്രശ്രവസ്സുകൾ എന്നു പേരുള്ള ഋഷിമാരാൽ സ്തുതിക്കപ്പെടുന്നവനും പ്രളയാവസാനത്തിൽ മറഞ്ഞുപോയ വേദങ്ങളെ ഉദ്ധരിക്കുന്നതിൽ സമർത്ഥനായി അശ്വശിരസ്സോടുകൂടിയവനുമായ ശ്രീ ഗുരുവായൂരപ്പ, ഹേ ദേവ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. പണ്ട് പ്രളയാവസാന കാലത്ത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വേദങ്ങളെ അപഹരിച്ച് രസാതലത്തിൽ ഒളിച്ച മധുകൈടഭന്മാരെന്ന അസുരന്മാരെ അങ്ങ് ഹയഗ്രീവ രൂപം ധരിച്ച് വധിച്ചു. പിന്നെ വേദങ്ങളെ വീണ്ടെടുത്തു. ആ ഹയശീർഷ തനുവായി ഹയഗ്രീവ മൂർത്തിയായി അവതരിച്ച മഹാവിഷ്ണുവിനെ ഇളാവൃത വർഷത്തിന് കിഴക്ക് ഭദ്രാശ്വവർഷത്തിൽ ഭദ്രശ്രവന്മാരായ ഋഷികൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു. ശ്ലോകം 3. ധ്യായാമി ദക്ഷിണഗതേ കരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരകരിം ഭഗവൻ ഭവന്തം. ഒരിക്കൽ കൂടി. ധ്യായാമി ദക്ഷിണഗതേ കരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരകരിം ഭഗവൻ ഭവന്തം. ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു. ദക്ഷിണഗതേ, ഹരി വർഷവർഷേ, ഇളാവൃതത്തിന് തെക്ക് ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യ പുരുഷേ, പ്രഹ്ലാദൻ ആദിയായ പ്രമുഖ പുരുഷന്മാരാൽ പരിസേവ്യമാണം സേവിക്കപ്പെടുന്നവനും ഉത്തുംഗശാന്തം ഉത്തുംഗനും ശാന്തനും ധവളാകൃതിയും വെളുത്ത രൂപം ഉള്ളവനും ഏക ശുദ്ധജ്ഞാനപ്രദം ശുദ്ധൈകമായ ജ്ഞാനം പ്രദാനം ചെയ്യുന്നവനും നരഹരിം നരസിംഹരൂപമായ ഭഗവൻ ഭവന്തം ഭഗവാനായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയെ. ശ്ലോകാർത്ഥം. ഇളാവൃതത്തിന് തെക്കുഭാഗത്ത് ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദൻ തുടങ്ങിയ പ്രമുഖ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവരും
അത്യുന്നതനും ശമഗുണപ്രധാനനുമായി ധവളരൂപനായി നിർമ്മലമായ ഏകജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ നരസിംഹമൂർത്തേ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. ശ്ലോകം 4. വർഷേ പ്രതീചിലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. വർഷേ പ്രതീചിലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. വർഷേ പ്രതീജി പടിഞ്ഞാറു ഭാഗത്തുള്ള, ഇളാവൃതത്തിന് പടിഞ്ഞാറു ഭാഗത്ത് എന്നർത്ഥം. ലളിതാത്മനി മനോഹരമായ, കേതുമാലേ കേതുമാലം എന്നു പേരുള്ള, ലീലാവിശേഷ ലസിതസ്മിത ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും, ശോഭനാംഗം ശോഭിക്കുന്ന അംഗങ്ങളുള്ളവനും, ലക്ഷ്മിയ പ്രജാപതിസുതൈർച്ച ശ്രീ ഭഗവതിയാലും പ്രജാപതിസുതന്മാരാലും നിഷേവ്യമാണം സേവിക്കപ്പെടുന്നവനും, തസ്യ പ്രിയായ ആ ലക്ഷ്മീദേവിയുടെ പ്രീതിക്കായി, ധൃതകാമതനും ധരിക്കപ്പെട്ട കാമദേവ വപുസ്സോടുകൂടിയവനുമായ ഭജേ ത്വം അങ്ങയെ ഭജിക്കുന്നു. ശ്ലോകാർത്ഥം. ഇളാവൃതത്തിന് പടിഞ്ഞാറു ഭാഗത്ത് കേതുമാലം എന്നു പേരുള്ള മനോഹരമായ ഭൂഖണ്ഡത്തിൽ ലീലാവിലാസങ്ങളോടും മന്ദഹാസത്തോടും ശോഭിക്കുന്ന അംഗങ്ങളുള്ള, ശ്രീ ലക്ഷ്മിയാലും പ്രജാപതിപുത്രന്മാരാലും സേവിക്കപ്പെടുന്ന ശ്രീദേവിയുടെ പ്രിയത്തിനായി കാമദേവസ്വരൂപം സ്വീകരിച്ചവനുമായ ഹേ ദേവ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകം 5. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തത്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സരമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തത്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സരമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേഹി രമ്യം തന്നെയായ, ഉദീജി വടക്കു ഭാഗത്തുള്ള, ഖലു രമ്യക നാംനി വർഷേ രമ്യകം എന്നു പേരുള്ള ഭൂഖണ്ഡത്തിന്റെ, തത് വർഷനാഥ ആ വർഷത്തിന്റെ ആദേശത്തിന്റെ നാഥനായ, മനുവര്യ സപര്യമാണം മനുവര്യനാൽ പൂജിക്കപ്പെടുന്നവനും, ഭക്തൈകവത്സലം ഭക്തന്മാരിൽ ഏറ്റവും വാത്സല്യമുള്ളവനും, അമത്സര ഹൃസ്സുഭാന്തം മാത്സര്യമില്ലാത്തവരുടെ ഹൃദയത്തിൽ മാത്രം ശോഭിക്കുന്നവനും, മത്സ്യാകൃതി ഉള്ളവനും, ഭുവനനാഥ ഭജേ ഭവന്തം ലോകത്തിനു നാഥനായ ഹേ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകാർത്ഥം. ഇളാവൃതത്തിനു വടക്കുഭാഗത്ത് അതിരമണീയമായ രമ്യകം എന്നു പേരുള്ള ഭൂഖണ്ഡത്തിൽ, ആ ഭൂഖണ്ഡത്തിന്റെ നാഥനായ മനുവര്യനാൽ പൂജിക്കപ്പെടുന്നവനും, ഭക്തരിൽ
അതിരറ്റ വാത്സല്യമുള്ളവനും മാത്സര്യമൊഴിഞ്ഞുള്ളവരുടെ ഹൃദയത്തിൽ മാത്രം പ്രകാശിക്കുന്നവനും മത്സ്യാകൃതി പൂണ്ടവനുമായ ഹേ ഭഗവാനേ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകം 6. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാകം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഒരിക്കൽ കൂടി. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാകം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വർഷം ഭൂഖണ്ഡം, അതായത് ദേശം. ഹിരൺമയ സമാ ആഹ്വയം ഔത്തരാഹം, ഹിരൺമയം എന്ന് വിളിക്കുന്ന വടക്കുവശത്തെ ഭൂഖണ്ഡത്തിൽ ആസീനം ഇരിക്കുന്ന, പ്രാപിച്ചിരിക്കുന്ന, അദ്രിധൃതി അദ്രിയെ ധരിക്കുന്ന, കർമ്മട സമർത്ഥമായ, കാമടാംഗം ആമയുടെ ശരീരമുള്ള, സംസേവതേ സേവിക്കുന്നുവോ, പിതൃഗണ പ്രവരോ പിതൃഗണങ്ങളിൽ ശ്രേഷ്ഠനായ, അജ്യമാ അജ്യമാവ്, യം തം ത്വാം ഏതൊരുവനാണോ അദ്ദേഹത്തെ, ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ ഭഗവാനും പരചിന്മയനുമായ അങ്ങയെ ഭജിക്കുന്നു. ശ്ലോകാർത്ഥം. പരചിന്മയനും ഭഗവാനുമായ ഹേ ഗുരുവായൂരപ്പ, വടക്കുഭാഗത്തെ ഹിരൺമയം എന്നു പേരുള്ള ഭൂഖണ്ഡത്തെ ഉപവേശിക്കുന്നവനായി, പർവ്വതത്തെ പൊക്കാൻ സാമർഥ്യമുള്ള കൂർമ്മശരീരനായി, പിതൃശ്രേഷ്ഠനായ അര്യമാവ് സേവിക്കുന്ന പരമാർത്ഥ സ്വരൂപനായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകം 7. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുദിപ്രഭേദൈഃ ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. ഒരിക്കൽ കൂടി. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുദിപ്രഭേദൈഃ ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. കിം ച എന്നു മാത്രമല്ല, ഇതുകൂടാതെ ഉത്തരേഷു കുരുഷു ഉത്തരഭാഗത്തുള്ള കുരുവർഷത്തിൽ, പ്രിയയാധരണ്യ പ്രേയസിയായ ധരണിയാൽ ഭൂമിയാൽ, സംസേവിതോ സേവിക്കപ്പെടുന്ന, മഹിത മന്ത്ര നുതിപ്രഭേദേർ മഹിതങ്ങളായ സ്തോത്രങ്ങളാലും മന്ത്രങ്ങളാലും, ദംഷ്ട്രാഗ്ര ദംഷ്ട്രത്തിന്റെ അഗ്രം, കൃഷ്ട ഉരസപ്പെട്ട, ഘനപൃഷ്ട മേഘപൃഷ്ടത്തോടുകൂടി, ഗരിഷ്ടവർഷ്മ അത്യന്തം വലിപ്പമുള്ള ശരീരത്തോടുകൂടിയ, ത്വം പാഹി അങ്ങ് രക്ഷിക്കേണമേ, വിജ്ഞനുത വിജ്ഞാനികളാൽ നമിക്കപ്പെടുന്ന, യജ്ഞവരാഹമൂർത്തേ യജ്ഞവരാഹരൂപം ധരിച്ചവനേ.
ശ്ലോകാർത്ഥം. ഇതുകൂടാതെ ഹിരണ്മയത്തിനു പിന്നെയും വടക്കുള്ള ഉത്തര കുരുവർഷത്തിൽ പ്രേയസിയായ ഭൂമിദേവിയാൽ മഹിതങ്ങളായ മന്ത്രസ്തോത്രങ്ങളാൽ സേവിക്കപ്പെടുന്നവനും ദംഷ്ട്രാഗ്രം കൊണ്ട് മേഘത്തിലുരസി അത്യന്തം വലിപ്പമുള്ള പൃഷ്ഠത്തോടും ശരീരത്തോടും കൂടിയവനുമായ ജ്ഞാനികളാൽ കീർത്തിക്കപ്പെടുന്നവനുമായ ഹേ യജ്ഞവരാഹമൂർത്തേ, അങ്ങ് എന്നെ രക്ഷിക്കേണമേ. ശ്ലോകം 8. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ഒരിക്കൽ കൂടി. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. യാം യാം ദിശം, യമന്റെ ദിക്ക്. തെക്ക് ഭാഗത്ത് ഹരിവർഷത്തിനും തൊട്ടു തെക്ക് ഭാഗത്ത് ഭജത, ആശ്രയിക്കുന്ന, ഭജിക്കപ്പെടുന്ന. കിം പുരുഷാഖ്യവർഷേ, കിം പുരുഷം എന്നു പേരുള്ള ഭൂഖണ്ഡത്തിൽ സംസേവിതോ ഹനുമത, ഹനുമാനാൽ സേവിക്കപ്പെടുന്നവനായി ദൃഢഭക്തിഭാജ, ദൃഢമായ ഭക്തിയോടെ ഭജിക്കപ്പെടുന്ന സീതാഭിരാമ പരമാത്ഭുത രൂപശാലി, സീതയെ അഭിരമിപ്പിക്കുന്ന പരമാത്ഭുത രൂപമുള്ളവനായി രാമാത്മക പരിലസൻ, രാമമൂർത്തിയായി പരിലസിക്കുന്ന പരിപാഹി വിഷ്ണു, വിഷ്ണു ഭഗവാനെ എന്നെ രക്ഷിച്ചാലും. ശ്ലോകാർത്ഥം. ഇളാവൃതത്തിന്റെ തെക്ക് ഹരിവർഷത്തിനും തെക്ക് സ്ഥിതി ചെയ്യുന്ന കിംപുരുഷം എന്നു പേരുള്ള ഭൂഖണ്ഡത്തിൽ ദൃഢഭക്തനായ ഹനുമാനാൽ സേവിക്കപ്പെടുന്നവനും സീതാഭിരാമ പരമാത്ഭുത രൂപശാലിയും രാമാത്മകനായും പരിരസിക്കുന്ന ഹേ വിഷ്ണു ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കേണമേ. ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിക സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഒരിക്കൽ കൂടി. ശ്രീനാരദേന സഖ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാഖ്യയോഗനുദിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിക സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീ നാരദേന സഹ, ശ്രീ നാരദമുനിയോടുകൂടി ഭാരതഖണ്ഡമുഖ്യർ, ഭാരതഖണ്ഡത്തിലുള്ള ശ്രേഷ്ഠന്മാർ, ത്വം സാഖ്യയോഗ നുദുഭി, അങ്ങ് സാഖ്യയോഗ സ്തുതികളാൽ സമുപാസമാന, ഉപാസിക്കുന്നവനും ആകൽപകാലമിഹ, കൽപ്പാന്തകാലത്തോളം ഇവിടെ സാധുജനാഭിരക്ഷി, സാധുജനങ്ങളെ രക്ഷിക്കുന്നവനും നാരായണോ നരസഖ, നരന്റെ കൂട്ടാളിയും ആയ നാരായണ പരിപാഹി ഭൂമൻ, ഹേ സർവവ്യാപിൻ, രക്ഷിക്കേണമേ.
ശ്ലോകാർത്ഥം. ഭാരതവർഷത്തിലെ ശ്രേഷ്ഠഭക്തന്മാർ ശ്രീ നാരദമുനിയോടുകൂടി സാഖ്യ ശാസ്ത്ര തത്വപ്രധാനങ്ങളും യോഗ ശാസ്ത്ര തത്വപ്രധാനങ്ങളുമായ സ്തോത്രങ്ങളെ കൊണ്ട് സവിശേഷമായി ഉപാസിക്കപ്പെടുന്നവനും സാധുജനങ്ങളെ രക്ഷിക്കുന്നവനും നരസഖനുമായ ശ്രീനാരായണ ഋഷിയെ, സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് കൽപ്പാന്തകാലത്തോളം എന്നെ രക്ഷിക്കണമേ. ശ്ലോകം 10. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. ഒരിക്കൽ കൂടി. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്നിരൂപം ക്രൗഞ്ചേംബുരൂപമഥവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. പ്ലാക്ഷേ അർക്കരൂപമയി, പ്ലാക്ഷദീപത്തിൽ അങ്ങ് ആദിത്യസ്വരൂപനും ശാൽമല ഇന്ദുരൂപം, ശാൽമലദീപത്തിൽ ഇന്ദുസ്വരൂപനും ദ്വീപേ ഭജതി കുശനാമനി വന്യരൂപം, കുശമെന്നു പേരായ ദ്വീപത്തിൽ അഗ്നിസ്വരൂപനും ക്രൗഞ്ചേ അംബുരൂപം, ക്രൗഞ്ചദ്വീപത്തിൽ ജലരൂപത്തിലും അത വായുമയം ച ശാഖേ, പിന്നെ ശാഖദ്വീപത്തിൽ വായുസ്വരൂപനും ത്വാം ബ്രഹ്മരൂപമയി പുഷ്കര നാംനി ലോക, പുഷ്കരം എന്ന പേരുള്ള ദീപത്തിൽ ബ്രഹ്മരൂപത്തിലും ഭജിക്കപ്പെടുന്നു. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനേ, ഗുരുവായൂരപ്പ, അങ്ങയെ പ്ലാക്ഷദ്വീപത്തിൽ അർക്കരൂപത്തിലും ശാൽമലദീപത്തിൽ ചന്ദ്രരൂപത്തിലും കുശദ്വീപത്തിൽ അഗ്നിരൂപത്തിലും ക്രൗഞ്ചദ്വീപത്തിൽ ജലരൂപത്തിലും ശാഖദ്വീപത്തിൽ വായുരൂപത്തിലും പുഷ്കരദ്വീപത്തിൽ ബ്രഹ്മരൂപത്തിലും ലോകർ അങ്ങയെ ഉപാസിക്കുന്നു. ശ്ലോകം 11. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാമകതാമുപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. ഒരിക്കൽ കൂടി. സർവൈർധ്രുവാദിഭിർ ഉഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാമകതാമുപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. സർവൈർ എല്ലാവരാലും, ധ്രുവാദിഭിർ ഉടുപ്രകാരേർ ധ്രുവാദികളായ നക്ഷത്ര സമൂഹങ്ങളാലും ഗ്രഹൈശ്ച ഗ്രഹങ്ങളാലും പുച്ഛാദികേഷു വാൽ തുടങ്ങി അവയവേഷു അവയവങ്ങളിൽ അഭികൽപ്യമാനൈ സങ്കൽപ്പിക്കപ്പെടുന്നവനായ ത്വം അവിടുന്ന് ശിംശുമാര വപുഷ ശിംശുമാര ശരീരത്തോടുകൂടി, ശിംശുമാരം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യ രൂപമാണ്, ആ മത്സ്യരൂപത്തോടെ മഹതാം ഉപാസ്യ മഹത്വക്കൾക്ക് ഉപാസ്യനായ സന്ധ്യാസു സന്ധ്യകളിൽ രുന്തി നരകം
നരകത്തെ രോധിച്ചാലും മമ സിന്ധുശായിൻ എൻ്റെ ക്ഷീരസാഗരത്തിൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന അവിടുന്ന്. ഹേ സിന്ധുശായിയായ ഭഗവാനെ, ക്ഷീരസാഗരത്തിൽ അതായത് പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന ശ്രീ ഗുരുവായൂരപ്പ, ശിംശുമാരത്തിന്റെ വാൽ മുതലായ അവയവങ്ങളിൽ അഭികൽപ്പനം ചെയ്യപ്പെടുന്ന വടക്കേ അറ്റത്ത് ധ്രുവാദികളായ നക്ഷത്ര സമൂഹങ്ങളോടുകൂടി സന്ധ്യകളിൽ മഹത്തുക്കളായ ശ്രേഷ്ഠന്മാരാൽ ഉപാസിക്കപ്പെടുന്ന അവിടുന്ന് എന്നെ നരകത്തിൽ നിന്ന് തടയേണമേ. ശിംശുമാരരൂപം മത്സ്യാകൃതിയിലുള്ള ഒരു നഭസങ്കല്പമാകുന്നു. ഭൂമിയുടെ ഭാഗത്തേക്ക് ശിരസ് തിരിച്ച് സ്ഥിതി ചെയ്യുന്നതായാണ് സങ്കല്പം. അതിൻ്റെ വടക്കു ഭാഗത്ത് വാലിൻ്റെ അറ്റത്ത് ധ്രുവനക്ഷത്രവും പിന്നെ കീഴോട്ട് മറ്റു ഗ്രഹതാരങ്ങളും ആണത്രേ സ്ഥിതി ചെയ്യുന്നത്. ദശകം 21, ശ്ലോകം 12. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതകലം ഭുജഗംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ഒരിക്കൽ കൂടി. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതകലം ഭുജഗംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പാതാള മൂലഭൂവി, പാതാളത്തിന്റെ അടിത്തട്ടിൽ. ശേഷതനും ഭവന്തം, ആദിശേഷവപുസായ അങ്ങയെ. ലോലൈക കുണ്ടല, ഇളകുന്ന ഒരു കുണ്ടലം കൊണ്ട്. വിരാജി സഹസ്രശീർഷം, പ്രകാശിക്കുന്ന 1000 തലയുള്ളവനും. നീലാംബരം, നീല വസ്ത്രം ധരിച്ചവനും. ധൃതഹലം, കലപ്പ ധരിച്ചവനും. ഭുജഗ അങ്കനാഭിർ, സർപ്പസ്ത്രീകളാൽ നാഗകന്യകമാരാൽ ജുഷ്ടം പരിസേവിക്കപ്പെടുന്ന. ഭജേ ഹരഗദാൻ ഗുരു ഗേഹനാഥ. ഹേ ഗുരുവായൂരപ്പ, രോഗങ്ങളെ ഹരിക്കേണമേ എന്ന് ഭജിക്കുന്നു. ശ്ലോകാർത്ഥം. പാതാളത്തിന്റെ അടിത്തട്ടിൽ ഇളകി തിളങ്ങുന്ന ഒറ്റ കുണ്ടലം കൊണ്ട് വിരാജിക്കുന്ന 1000 ശീർഷങ്ങളുള്ളവനും നീലാംബരധാരിയും കലപ്പ ഏന്തിയവനും സർപ്പകന്യകകളാൽ സേവിക്കപ്പെടുന്നവനുമായ ആദിശേഷ രൂപം ധരിച്ചിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ഭജിക്കുന്നു. എൻ്റെ രോഗങ്ങളെ ഇല്ലാതെയാക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.